ഹായ് ടീം, നമസ്കാരം. സുഖമാണെന്ന് കരുതുന്നു. പൊണ്ണത്തടി, ഒബേസിറ്റി, നമുക്കറിയാം ഇന്ന് നമ്മളുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മളിൽ തന്നെ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രയാസകരമേറിയ ഒരു പ്രശ്നമാണ് പൊണ്ണത്തടി. എത്ര ഭക്ഷണം കുറച്ചിട്ടും തടി കുറയുന്നില്ല, അല്ലെങ്കിൽ എന്ത് എക്സസൈസ് ചെയ്തിട്ടും തടി കുറയുന്നില്ല. പൊണ്ണത്തടി വലിയൊരു ഇന്നൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും. നമ്മളൊന്ന് ഓൾ ഇന്ത്യയിൽ എടുത്തു നോക്കുന്ന സമയത്ത് കണക്കുകൾ പറയുന്നത് 4-ൽ ഒരാള് പൊണ്ണത്തടി ഉള്ള ആളാണെന്നാണ്. 4-ൽ ഒരാള് പൊണ്ണത്തടി ഉള്ള ആളാണ്. ഈ പൊണ്ണത്തടിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആളുകൾ നോർമലി എടുക്കുന്ന ഒരു ചില കാര്യം എന്ന് പറഞ്ഞാല് ഭക്ഷണം പാടങ്ങോട്ട് ഒഴിവാക്കും. ഭക്ഷണം കഴിക്കൽ വളരെ കുറക്കും. രാത്രി ഭക്ഷണം സ്കിപ്പ് ചെയ്യും, പിന്നെ അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും, അങ്ങനെ പലതും സ്കിപ്പ് ചെയ്ത് ആ ഒരു ഫോർമുല പരീക്ഷിക്കുന്ന വളരെ എന്താ പറയാ സയന്റിഫിക് അല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ വർക്കൗട്ട് മാത്രം ചെയ്യും, അതായത് എക്സസൈസ് നല്ലോണം ചെയ്യും, ജിമ്മിൽ പോവും, ഒക്കെ ചെയ്യും, പക്ഷെ ഫുഡ് നല്ലോണം കഴിക്കും. അല്ലെങ്കിൽ ചില ആളുകൾ ഫുഡ് കഴിക്കില്ല, എക്സസൈസ് അങ്ങനെ ചെയ്യും, ഒരുപാട് എക്സസൈസ് ചെയ്യും. ഇങ്ങനെ പല വ്യത്യസ്തമായ രീതികൾ ചില ആളുകൾ സോഷ്യൽ മീഡിയയിലെ പരസ്യങ്ങൾ കണ്ടിട്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടും. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ തടി കുറക്കുന്നതിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മോഡി കെയർ കമ്പനി ഇന്ന് ഈ രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നത്തിന് പരിഹാരമാകാൻ വേണ്ടി പൊണ്ണത്തടിക്ക് അല്ലെങ്കിൽ വെയിറ്റ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കാറ്റഗറി പ്രോഡക്റ്റ് തന്നെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഷേപ്പ് ഷിഫ്റ്റ് ഒരു 90 ഡേയ്സ് ഒരു ചലഞ്ചാണ്. ഒരു 90 ദിവസത്തെ ചലഞ്ച് ഏറ്റെടുക്കാൻ ഒരു വ്യക്തി തയ്യാറാവണമെങ്കിൽ ഒരു 100% റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് നമ്മളുടെ ഷേപ്പ് ഷിഫ്റ്റ് വരുന്ന പ്രൊഡക്റ്റുകൾ. 3 പ്രൊഡക്ട്സുകളായിട്ടാണ് ഇതിൽ വരുന്നത്. മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക്, മറ്റൊന്ന് പ്രീമിക്സ് ടീ, ഫാറ്റ് ബേണിംഗ് ക്യാപ്സ്യൂൾ. ഈ 3 പ്രൊഡക്റ്റുകളുടെ ഒരു ബണ്ടിൽ പാക്ക് ഒരു മാസത്തിന് വേണ്ടി കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കമ്പനി ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പ്രൊഡക്റ്റ് കമ്പനി ചെയർമാൻ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി. ഇതിന്റെ ശേഷം ഇതിന് മാനേജിങ് ടീമുകൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഇത് സമൂഹത്തിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കമ്പനി ഇറക്കിയിട്ടുള്ളത്. നമുക്ക് 100% വിശ്വസിച്ച് 100% ഒരു പ്രൂവൺ ആയിട്ടുള്ള, ഒരു സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ബണ്ടിൽ പാക്കാണ് നമ്മുടെ ഷേപ്പ് ഷിഫ്റ്റ് ആയിട്ട് വെയിറ്റ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കമ്പനി ഇറക്കിയിട്ടുള്ളത്. ഇതിന്റെ ഒരു പാക്കും ഉണ്ട്. ഒരു ബണ്ടിൽ പാക്ക് ഉപയോഗിക്കുന്നതിലൂടെ തന്നെ വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ 2 കിലോന് 3 കിലോന് 4 കിലോന് 5 കിലോന് 6 കിലോന് 7 കിലോന് അടക്കം കുറഞ്ഞിട്ടുള്ള ആളുകളുടെ റിസൾട്ടുകൾ നമ്മൾ മീറ്റിംഗിലും അതുപോലെ തന്നെ പലതവണ ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട് അവരുടെ ഫീഡ്ബാക്കുകൾ പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് സയന്റിഫിക് ആയിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ആയാൽ പോരാ. തടി കുറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മുടെ ശരീരത്തെ ആരോഗ്യപരമായിട്ട് നിലനിർത്തിക്കൊണ്ട് തടി കുറക്കുക എന്നുള്ളതാണ് മോഡി കെയർ വിഭാവനം ചെയ്യുന്ന വെയിറ്റ് മാനേജ്മെന്റ് പ്രൊഡക്റ്റിലൂടെ മോഡി കെയർ വിഭാവനം ചെയ്യുന്നത്. ശരിക്കും നമ്മൾ അമിതവണ്ണത്തിന്റെ കാരണങ്ങളെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഇതിന്റെ ഒരു ടോട്ടലി നമ്മൾ മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് തടി കൂടാനുള്ള കാരണം. അവിടെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം മരുന്നുകൾ ഒരു വലിയ കാരണം. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും അലോപ്പതി മരുന്നുകൾ നമുക്ക് തടി കൂടുന്നതിന് കാരണമായിരുന്നു. മാനസിക സമ്മർദ്ദങ്ങൾ, ഉറക്കമില്ലായ്മ, അതുപോലെ തന്നെ ജനിതകമായ പ്രശ്നങ്ങൾ കൊണ്ട് എക്സസൈസ് തീരെ ഇല്ല, വർക്കൗട്ട് ഇല്ല, നമ്മുടെ ശരീരം ഇളകുന്നില്ല, ജങ്ക് ഫുഡുകൾ, ബേക്കറി ഫുഡുകളും ഷുഗർ അടങ്ങിയിട്ടുള്ള ഫുഡുകളും കൂടുതലായിട്ട് ഉപയോഗിക്കുക, ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെ തടി കൂടാനുള്ള കാരണങ്ങൾ അല്ലെ. നമുക്കറിയാം നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റ് പ്രൊഡക്റ്റിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ട്രിവാൻഡ്രത്തുള്ള കേരള ഗവൺമെന്റ് കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിൽ പരിശോധിച്ച് മാരകമായിട്ടുള്ള വിഷാംശങ്ങളൊന്നും അടങ്ങിയിട്ടില്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള അതിന്റെ റിസൾട്ട് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ അതിന്റെ റിസൾട്ട് നമുക്ക് ഷെയർ ചെയ്യാം. അപ്പൊ ഈ രീതിയിൽ, കാരണം എല്ലാ നിലക്കും നമുക്ക് നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റ് പ്രൊഡക്റ്റ് പക്ക നല്ല ക്വാളിറ്റിയുള്ള നല്ല
രീതിയിൽ നമുക്ക് ആർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് നമുക്കറിയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഉപയോഗിക്കുന്ന സമയത്ത്, ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ BMI ചെക്ക് ചെയ്യണം, ബോഡി മാസ് ഇൻഡെക്സ് നമ്മൾ അറിയണം, ബോഡി വെയിറ്റ് അറിയണം, ബോഡി ഏജ് അറിയണം, നമ്മുടെ ഫാറ്റ്, വിസറൽ ഫാറ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ശരീരത്തിൽ ശരിക്കും എന്താണ് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതെന്ന് കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അങ്ങനെയുണ്ടല്ലോ. മറ്റേത് ചില ആളുകൾ ചിലപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വെയിറ്റ് നോക്കൂല, വിസറൽ ഫാറ്റ് ചെക്ക് ചെയ്യൂല, അതുപോലെ തന്നെ BMI ചെക്ക് ചെയ്യൂല. ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് വിശകലനം ചെയ്ത് നമ്മൾ നോക്കുന്നത് നമുക്ക് എന്തൊക്കെ റിസൾട്ട് ഇതുകൊണ്ട് കിട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഒരു ഫോട്ടോ ഒക്കെ നമ്മൾ എടുത്തു വെക്കുക, ഫോട്ടോ എടുത്ത് വെക്കുക, വെയിറ്റ് നോക്കുക, BMI ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബോഡി ഏജ് ഒക്കെ നോക്കുക, വിസറൽ ഫാറ്റ് ഒക്കെ ചെക്ക് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പക്ക ഇതിന്റെ റിസൾട്ട് കണ്ടുകൊണ്ട് കാണാൻ കഴിയും. കാരണം അങ്ങനെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഇത് പറയാൻ കാരണം. ശരിക്കും ബോഡി ഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് മാനേജ് ചെയ്തു അല്ലെങ്കിൽ ഫിറ്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പോഷകാഹാരം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് പ്രോപ്പറായിട്ട്. അതുപോലെ തന്നെ നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡ് നമുക്കുണ്ട്, പ്രോപ്പറായിട്ടുള്ള ഉറക്കം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴാണ് ശരിക്ക് ഒരു സയന്റിഫിക് അപ്രോച്ച്, നമ്മുടെ ബോഡി ഫിറ്റ് ആണ് എന്നുള്ളതിന്റെ ഒരു സയന്റിഫിക് അപ്രോച്ച് നമ്മൾ അങ്ങനെയാണ് കാണാം. അപ്പൊ ഏതായാലും നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ ഒന്ന് പരിചയപ്പെടാം. 3 പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഉള്ളതെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം നമ്മൾ പറയാ, നമുക്ക് ന്യൂട്രീഷണൽ പ്രോട്ടീൻ ഷേക്ക് അല്ലെങ്കിൽ മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മളുടെ വ്യത്യസ്തമായ ഫ്ലേവറിൽ 8ഓളം ഫ്ലേവറിൽ വരുന്ന ഷേക്കാണ്. ബനാന ഫ്ലേവർ, ചോക്ലേറ്റ്, വാനില, കുൽഫി, മാംഗോ പോലത്തെ 8ഓളം ഫ്ലേവറിൽ വരുന്ന നമ്മുടെ മീൽ റീപ്ലേസ്മെന്റ് ഷേക്കാണ്. മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട്, അവിടെ നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഈ ജ്യൂസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് മോർണിംഗിലെ ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സ്കിപ്പ് ചെയ്യാം, അതുപോലെ തന്നെ നൈറ്റിലെ ഡിന്നറും നമ്മൾ സ്കിപ്പ് ചെയ്യാം. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഷേക്ക് ഒരു ഗ്ലാസ് ഉപയോഗിക്കുക. ഇപ്പൊ ഈ ഷേക്കിൽ അടങ്ങിയിട്ടുള്ളത് വിറ്റാമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്. പ്രോട്ടീനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രോട്ടീനാണ് ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ളത്. പ്രോട്ടീൻ, പിന്നെ പ്രോബയോട്ടിക്, ഫൈബർ, എൻസൈംസ് ഒക്കെ ഈ ഒരു പ്രോഡക്റ്റിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ മീൽ റീപ്ലേസ്മെന്റ് ഷേക്കിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ മോർണിംഗിൽ നൈറ്റിലൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മൾ കൂടുതലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഇനി ഈവൻ നമുക്ക് ഈ പറയുന്ന പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ നമ്മൾ ആ ഫുഡ് സ്കിപ്പ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഗ്ലാസ് ഷേക്ക് ഉപയോഗിക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിലേക്ക് ശരിക്കും ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന പോഷകങ്ങൾ നമുക്ക് ഈ ഷേക്കിലൂടെ കൊടുക്കാൻ പറ്റും. നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു 500-600 കലോറി ഒരു മലയാളി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിൽ വരുന്നുണ്ടാവും. 500-600 കലോറി നോർമലി നമ്മൾ ദോശ, പുട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നതോടുകൂടി നമുക്ക് കിട്ടും. എന്നാൽ അതിന് പകരം ഈ നമ്മുടെ ശരീരത്തിലെ ഈ കയറുന്ന കലോറിയെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾക്ക് ബേൺ ചെയ്ത് നമ്മൾ ആക്ഷൻസിലൂടെ അല്ലെങ്കിൽ പിന്നെ എക്സസൈസുകളിലൂടെയും മറ്റും നമുക്ക് പുറത്ത് കളയാൻ കഴിയണം. നോർമലി നമ്മൾ കലോറി കയറ്റുന്നതിനനുസരിച്ച് നമുക്ക് പുറത്ത് കളയാൻ കഴിയുന്നില്ല പലപ്പോഴും. അവിടെയാണ് ഈ വെയിറ്റ് കൂടി വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഏകദേശം 200-250 കലോറിയിൽ നമുക്ക് നമ്മളുടെ ഈ റീപ്ലേസ്മെന്റ് ഷേക്ക് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ചുരുക്കാൻ പറ്റും. 500-600 കലോറി ഒരു ദിവസം കയറുന്നതിന് പകരം അത് 200-250 ചുരുക്കാൻ നമുക്ക് ഈ റീപ്ലേസ്മെന്റിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഇവിടെ കിട്ടും ചെയ്യും. പ്രധാനപ്പെട്ട നമുക്ക് നല്ലൊരു എനർജി, ഉന്മേഷം, ആവേശം, സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ കിട്ടുന്നതിനേക്കാൾ ആവേശവും ഉന്മേഷവും എനർജിയൊക്കെ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ഷേക്കിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി ഇത് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാല് ഒരു 300 മില്ലി വെള്ളം, അതായത് വെള്ളം മീൻസ് നമുക്ക് ഒരു പശുവിൻ പാല്, അതായത് പിന്നെ പാട കളഞ്ഞിട്ടുള്ള പാല്, സ്കിംഡ് മിൽക്ക് എന്ന് പറയാം, നെയ്യ് കളഞ്ഞിട്ടുള്ള പാല് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ട് എന്ത് ചെയ്യുക, പാല് നീട്ടുക. ഇപ്പം സ്കിംഡ് മിൽക്ക് കിട്ടുന്നില്ല, പാട കളഞ്ഞ പാല് കിട്ടാത്ത ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യുക, ഉള്ള പാലിനെ വെള്ളം ചേർത്ത് നീട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഒന്ന് അങ്ങനത്തെ വെള്ളത്തിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ആ പാലിൽ എന്ത് ചെയ്യുക, ഇതിന്റെ ഒരു സ്കൂപ്പ് അതിന്റെ കൂടെ തന്നെ നമുക്ക് സ്കൂപ്പ് കിട്ടുന്നുണ്ട്. അപ്പൊ 25 ഗ്രാം ആയിരിക്കും ഒരു സ്കൂപ്പിൽ കിട്ടുക. അപ്പൊ 25 ഗ്രാം ഒരു സ്കൂപ്പ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് അല്ലെങ്കിൽ ഈ പാലിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സിയിലോ അല്ലെങ്കിൽ ഷെയ്ക്കറിലോ ഇട്ടിട്ട് ഒന്ന് അടിക്കുക.
അടിച്ചിട്ട് അത് കുടിക്കുക. ഇനി പാല് പറ്റാത്ത ആളുകളുണ്ടാവും, ചില ആളുകൾക്ക് പാല് പറ്റൂല. അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യുക, പഴം വെള്ളത്തിൽ പഴം ഇട്ടിട്ട് അടിക്കുക, അല്ലെങ്കിൽ ആപ്പിൾ ഇട്ടിട്ട് അടിക്കുക, അല്ലെങ്കിൽ നട്ട്സ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഷെയ്ക്കിലോ അല്ലെങ്കിൽ ഷെയ്ക്കറിലോ അല്ലെങ്കിൽ ജ്യൂസ് മെഷീനിലൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ട് അതിലേക്ക് 25 ഗ്രാം നമ്മളുടെ റീപ്ലേസ്മെന്റ് ഷേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കുക. ഈ രീതിയിലാണ് ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത് ശരിക്കും വണ്ണം കുറയാനുള്ളൊരു മരുന്നോ ഡ്രിങ്കോ ഒന്നുമല്ല, അങ്ങനെ മനസ്സിലാക്കരുത്. വണ്ണം കുറയാനുള്ളൊരു ഡ്രിങ്കോ മരുന്നാണെന്ന് വിശ്വസിക്കരുത്, മനസ്സിലാക്കരുത്. പകരം നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള, ശരീരത്തിലേക്ക് ഡേ ടു ഡേ നമ്മളുടെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയ ഒരു ജ്യൂസാണ്. കൂടുതൽ കലോറി കയറ്റുന്നതിന് പകരം കുറഞ്ഞ കലോറിയിലൂടെ എന്നാൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു ജ്യൂസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇതിന് ഉപയോഗിക്കാൻ. നമ്മൾ ആദ്യമേ ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക്, ചില ആളുകൾക്ക് ചിലപ്പോ ഒരു ലൂസ് ആയിട്ടുള്ള ഒരു മോഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അത് വലിയൊരു കാര്യമാക്കണ്ട, കണ്ടിന്യൂ ചെയ്യാം, മുന്നോട്ട് പോവാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ, അപ്പൊ ഇത് പറഞ്ഞത് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും സ്കിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കുക. അടുത്ത രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ബേണിംഗ് ക്യാപ്സ്യൂൾ ആണ്. അത് ഒരു ക്യാപ്സ്യൂൾ 30 ക്യാപ്സ്യൂളാണ് ഒരു പാക്കിൽ വരുന്നത്. ഒരു ദിവസം ഒരു ക്യാപ്സ്യൂളാണ് ഉപയോഗിക്കേണ്ടത്. കഴിക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ്, അതായത് നമ്മൾ ഈ റീപ്ലേസ്മെന്റ് ഷേക്ക് കഴിക്കുന്നതിന് മുമ്പ് രാവിലെ എണീറ്റ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് ഒരു ക്യാപ്സ്യൂൾ എടുത്തിട്ട് നമ്മൾ കഴിക്കുക. ആ ക്യാപ്സ്യൂൾ കഴിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഭക്ഷണം, പിന്നെ നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഈ ക്യാപ്സ്യൂൾ കഴിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഈ ക്യാപ്സ്യൂൾ കഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20-25 മിനിറ്റ് നമ്മൾ ഒന്ന് എക്സസൈസ് ചെയ്യുക, ബോഡി ഒന്ന് ഇളക്കുക. നടത്തമോ ഓട്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള എക്സസൈസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തടിയെ, ഈ വെയിറ്റിനെ വേറെ ലെവലിലേക്ക് നമ്മുടെ ശരീരത്തെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മൾ പോലും നമ്മുടെ കയ്യിൽ കിട്ടാത്ത നമ്മുടെ ശരീരത്തെ നമ്മുടെ കയ്യിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഷേപ്പ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. അത് അങ്ങനെ തന്നെ നമ്മൾ ഈ രീതിയിൽ നമ്മൾ ഇതിനെ ഉപയോഗിക്കണം. അപ്പോ സാധിക്കുന്ന ആളുകൾ ഒരു 15-20 അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ എക്സസൈസ് ഒക്കെ ചെയ്തതിനു ശേഷം പിന്നെന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് പിന്നെയാണ് കഴിക്കേണ്ടത്. അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു, ഇത് കഴിക്കുന്നു. ഈ ഫാറ്റ് ബേണിംഗ് ക്യാപ്സ്യൂൾ അടങ്ങിയിട്ടുള്ള എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ കടുക്ക അടങ്ങിയിട്ടുണ്ട്, അരിതകി എന്ന് പറയും, കടുക്ക. അതുപോലെ തന്നെ ഗ്രീൻ ടീ അടങ്ങിയിട്ടുണ്ട്, ഗ്രീൻ കോഫി അടങ്ങിയിട്ടുണ്ട്, നമ്മുടെ കൊടംപുളി അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ശരിക്ക് എന്താ പറയാ, നമ്മുടെ ശരീരത്തിന്റെ ഫാറ്റിനെ, ഗ്ലൂക്കോസിനെ, ശരീരത്തിൽ അടിഞ്ഞു കിടക്കുന്ന ഫാറ്റ് ഗ്ലൂക്കോസിനൊക്കെ അടിഞ്ഞു കൂടുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തും. ശരി, നമ്മൾ ഭക്ഷണത്തോട് എന്താ പറയാ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെ നമ്മുടെ ശരീരത്തിൽ കയറുന്ന സാധനങ്ങളാണ് ഈ ഫാറ്റ് ഗ്ലൂക്കോസ് ഒക്കെ. ഇത് കൂടുതൽ അടിഞ്ഞു കിടക്കും, ശരീരത്തിൽ ഇങ്ങനെ അടിഞ്ഞു കിടന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റും ഫാറ്റ് അടിഞ്ഞു കൂടും. ഇത് പലപ്പോഴും പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പൊ അതിനെ തടഞ്ഞു നിർത്തുന്നു എന്നുള്ളത് ഇത് ചെയ്യുന്നു. അപ്പൊ ഈ ഫാറ്റിനെ അലിയിച്ച് കളയുകയും ചെയ്യും. ഓൾറെഡി അവിടെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയുള്ള ഫാറ്റിനെ അലിയിച്ച് കളയുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്തും. അതുപോലെ തന്നെ ഷുഗറിനെ നിയന്ത്രണ വിധേയമാക്കാൻ ഇതിനെ കൊണ്ട് സാധിക്കും. പിന്നെ വയറ് കുറയാൻ, ഫാറ്റിനെ പുറന്തള്ളുന്നത് കൊണ്ട് നമ്മുടെ വയറിനെ കുറക്കാൻ ഇത് കാരണമാവും. നമ്മുടെ ശരീരത്തിന്റെ ഡേ ടു ഡേ മെറ്റബോളിസം, ഉപാപചയ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തും, നല്ല രീതിയിലേക്ക് അതിനെ കറക്റ്റ് ചെയ്യപ്പെടും. ഇത്തരത്തിലുള്ള ഗുണങ്ങളൊക്കെ ഇതുകൊണ്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ക്യാപ്സ്യൂൾ കഴിച്ചതിന് ശേഷം ഒരു സൈക്ലിങ്ങോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ യോഗ അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്ത് നമ്മൾ മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് ഒരു അരമണിക്കൂറിന് ശേഷം മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് ഉപയോഗിക്കുക. ദെൻ അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ഷേപ്പ് ഷിഫ്റ്റിലെ മൂന്നാമത്തെ പ്രൊഡക്റ്റ് ആണ് പ്രീമിക്സ് ടീ എന്ന് പറയും. അതൊരു ചായയാണ്. ശരിക്ക് ചായ നമ്മൾ സാധാരണ നോർമൽ കഴിക്കുന്ന ചായ നമ്മൾ ഒഴിവാക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ചായ, ഈ പറയുന്ന പ്രീമിക്സ് ടീ എന്ന് പറഞ്ഞാൽ ഒരു 60 ശാശ വരുന്ന, ഒരു 60 ചെറിയ പാക്ക് വരുന്ന ഒരു പാക്കാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഈ 60 പാക്ക് ഒരു ദിവസം 2 നേരം നമുക്ക് എന്ത് ചെയ്യാം, ഈ ചായ കുടിക്കാം. എപ്പോഴാ കഴിക്കേണ്ടതെന്ന് വെച്ചാല്, ഇത് ഇപ്പൊ നമ്മള് എണീറ്റ ഉടനെ തന്നെ ക്യാപ്സ്യൂൾ കഴിച്ചു, അത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ എക്സസൈസ് ചെയ്തു, അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ റീപ്ലേസ്മെന്റ് ഷേക്ക് കഴിച്ചു. ദെൻ ഒരു 10, 10:30, 11 മണിയോടുകൂടി നമുക്കൊരു വിശപ്പൊക്കെ വരും അല്ലെ. നമ്മൾ ഒരു വിശപ്പ് വരുന്ന സമയത്ത് ഈ ചായ കുടിച്ചെടുക്കുക, ഒരു ഗ്ലാസ് ചായ കുടിച്ചെടുക്കുക.
നമ്മൾ സാധാരണ ചായ എന്ന് പറഞ്ഞപ്പോ ഒരു 100 മില്ലി ചുടുവെള്ളം, നമ്മൾ സാധാരണ ചായ ഗ്ലാസ് ഉണ്ടല്ലോ, ആ ചായ ഗ്ലാസ്സിൽ ഇതിന്റെ ഒരു പാക്ക് ഇട്ടിട്ട് കലക്കി കുടിക്കുക, ചൂടാക്കി ഇട്ടിട്ട്. ആ ചൂടുവെള്ളത്തിൽ നമ്മൾ സാധാരണ ചായ എങ്ങനെ ഉണ്ടാക്കുക, അതിന് ചായപ്പൊടി ഇടുന്നതിന് പകരം ഇതിന്റെ പാക്ക് പൊട്ടിച്ചിടുക, അത്രേ ഉള്ളൂ. ഇത് നമ്മളെ കെട്ടിക്കിടക്കുന്ന ഫാറ്റിനെ എനർജി ആക്കി കൺവേർട്ട് ചെയ്യും. ഈ ഒരു പാക്ക് അല്ലെങ്കിൽ ഈ ഒരു ചായ കുടിക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ഫാറ്റിനെ എനർജി ആക്കി കൺവേർട്ട് ചെയ്യും. ഇതിൽ അടങ്ങിയിട്ടുള്ള എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ കുടമ്പുളി അടങ്ങിയിട്ടുണ്ട്, ഗ്രീൻ ടീ അടങ്ങിയിട്ടുണ്ട്, ഗ്രീൻ കോഫി അടങ്ങിയിട്ടുണ്ട്, ഞെരിഞ്ഞില്, ജിഞ്ചർ, അതായത് ഇഞ്ചി, പിന്നെ അതുപോലെ തന്നെ ഇതൊരു ലെമൺ ഫ്ലേവറിലാണ് നമുക്കിത് ലഭിക്കുന്നത്. അപ്പൊ നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഇത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ് കഴിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-11 മണിക്ക് കഴിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഉച്ചക്ക് പിന്നെ ഒരു നോർമൽ രീതിയിലുള്ള നമ്മളൊരു ഫുഡ് കഴിക്കുക. ആ ഉച്ചക്ക് കഴിക്കുന്ന ഫുഡിൽ സാലഡ്, തൈരൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലത്. കക്കരിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഒരു എന്താ പറയാ, ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഈ ഉച്ചക്കുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുക. ഓക്കെ, ദെൻ നമുക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു വൈകുന്നേര സമയത്ത് നമ്മൾ ചായ കുടിക്കുന്ന ഒരു ശീലമൊക്കെ ഉള്ള ആളുകൾ 4-5 മണിക്ക് സമയത്ത് എന്ത് ചെയ്യുക, ഈ ഒരു ടീ ഒന്നുകൂടി കഴിക്കുക. ദെൻ രാത്രി നമ്മൾ എന്ത് ചെയ്യുക, ഫുഡ് സ്കിപ്പ് ചെയ്യുക. ഫുഡ് സ്കിപ്പ് ചെയ്യുന്നത് ഒന്നും സമയക്കില്ല, പകരം നമ്മൾ ഈ മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് ഒരു ഗ്ലാസ് കുടിക്കുക. അതോടുകൂടി രാത്രി നമ്മുടെ ശരീരത്തിലേക്ക് എന്തൊക്കെ ഒരു ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുണ്ടോ അത് മുഴുവനും ശരീരത്തിന് നല്ല പോഷകങ്ങളോട് കൂടി നമ്മുടെ ഈ ഷേക്ക് നമുക്ക് നൽകും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു മാസം നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ, നമ്മുടെ ഫാറ്റിനെ ശരിക്കും കത്തിച്ച് കളയാൻ, ശരീരത്തിന്റെ തടി, നമ്മളെ എന്താ പറയാ ഓവർ വെയിറ്റിനെ നമുക്ക് കുറക്കാനൊക്കെ നമുക്കിത് നമ്മളെ സഹായിക്കുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇതൊരു 3 മാസം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. ഇത് ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ചെക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ് റിസൾട്ട് നമുക്ക് കറക്റ്റ് കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോ ഈ പ്രൊഡക്റ്റിനെ ഉപയോഗിക്കുക. പ്രൊഡക്റ്റ് ആവശ്യക്കാർ ഇഷ്ടം പോണം നമുക്ക് ചുറ്റുമുണ്ട്, ഇഷ്ടം പോണം. ഇതുപോലെ ഒരു നല്ല പ്രൊഡക്റ്റ്, അതായത് പലർക്കും ആളുകൾക്ക് പേടിയാണ് ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലും അതും ഇതും അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടിട്ട്. അപ്പൊ നല്ല പ്രൊഡക്റ്റ്, നമുക്ക് ധൈര്യസമേതം കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റ് പ്രൊഡക്റ്റുമായിട്ട് പറയാനുള്ളത്. താങ്ക് യു.